കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ലെൻസ്കാർട്ടിന്റെ ഒരു ഡോക്യുമെന്റ് ലീക്കായി പരതി നടക്കുകയാണ്. സാധാരണ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ ഗൈഡ് ഓക്കെ അത്രേ ഉള്ളൂ എന്ന് വെക്കാം. പക്ഷേ അതിലുള്ളതോ ഗ്രൂമിംഗ് നിയമങ്ങളാണ്. ശരി, നമുക്കിനി ആ നിയമങ്ങളിലേക്ക് വരാം. അതായത് ആ ലെൻസ്കാർട്ടിന്റെ ഗൈഡ് ലൈനിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ അവർക്ക് ധരിക്കാം, എന്തൊക്കെ ധരിക്കാൻ പാടില്ല എന്ന്. ഹിജാബ് ധരിക്കാം, പക്ഷേ പൊട്ട് വെക്കാനോ കയറി ചരട് കെട്ടാനോ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ ഇത് ലെൻസ്കാർട്ടിന്റെ ഒരു നിയമം മാത്രമായിട്ട് തോന്നാം, ഒരു കോർപ്പറേറ്റ് തീരുമാനം. എന്നാൽ ഇത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതിലൊരു ചോദ്യം ഉയർന്നു. ഹിജാബ് അനുവദനീയമായിരിക്കെ എന്തുകൊണ്ട് ലെൻസ്കാർട്ടിൽ കയ്യിൽ കെട്ടുന്ന ചരട് അല്ലെങ്കിൽ പൊട്ട് അനുവദിക്കാത്തത്? ഈ വിവാദത്തിന് ശേഷം നമ്മുടെ ലെൻസ്കാർട്ടിന്റെ MD ആയ പീയൂഷ് രംഗത്ത് വന്നു. ആ ഡോക്യുമെന്റ് പഴയതാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തങ്ങളുടെ നിലവിലുള്ള പോളിസി അങ്ങനെ അല്ല എന്നും അത് തെറ്റാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ 2026 ഫെബ്രുവരിയിലേതാണ്. അതായത് ഔട്ട്ഡേറ്റഡ് അല്ല, അത് പഴയ ഗൈഡ് ലൈൻ തന്നെ ആയിരിക്കട്ടെ. എന്നാലും യഥാർത്ഥ ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു. ഈ പോളിസി എങ്ങനെ ഉണ്ടായി? ഈ പോളിസികൾ ആകാശത്തു നിന്നും ഉണ്ടായതല്ലോ. ഓരോ നിയമങ്ങൾക്ക് പിന്നിലും ഓരോ ചിന്തയുണ്ട്, ഓരോ മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് എവിടെ നിന്ന് വന്നു? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോർപ്പറേറ്റ് അഡ്വർടൈസിംഗ് രംഗങ്ങളിൽ ഒരു മാറ്റം വന്നതായി ശ്രദ്ധിക്കാൻ കഴിയും. അവിടെ പതുക്കെ ഹിന്ദു ചിഹ്നങ്ങൾ കുറഞ്ഞു വരുന്നു. പൊട്ട്, പിന്നെ ദൈവത്തിന്റെ ഫോട്ടോകൾ, ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോകൾ, കയ്യിൽ കെട്ടുന്ന ചരട് എന്നിവയെല്ലാം 4-5 വർഷങ്ങൾക്കുള്ളിൽ പതുക്കെ അപ്രതീക്ഷിതമായി. നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ പണം ചിലവാക്കിപ്പിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ ജീവിത രീതിയെ ബഹുമാനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് എല്ലാ ബ്രാൻഡുകളും പറയുന്നത് പോലെയായിരുന്നു ഇതൊക്കെ. ദീപാവലി, വിഷു എന്നൊക്കെ ഉള്ളത് ഈ വലിയ ബ്രാൻഡുകൾക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വെക്കാവുന്ന വെറും ഒരു ആഘോഷമായി മാറ്റി. അതാണ് ഈ പരസ്യക്കാർ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സാധാരണമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി മാറി. ഈ മാറ്റം പെട്ടെന്നുണ്ടായതല്ല. ഇതിന് പിന്നിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സിനിമയാണ്. ഇന്ത്യൻ സിനിമയെ തന്നെ നമുക്ക് മൊത്തമായിട്ട് പറയാം. സിനിമ ഒരു ധാരണ സൃഷ്ടിക്കുന്നു. പ്രേക്ഷകർ എന്ത് സാധാരണമായി കാണണമെന്നും എന്ത് ഔട്ട്ഡേറ്റഡ് ആയി കാണണമെന്നും സിനിമ തീരുമാനിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനെല്ലാം ഒരു പാറ്റേൺ കാണാം. ഒരു കഥാപാത്രത്തെ പരമ്പരാഗത ഹിന്ദു ചിഹ്നങ്ങളോടെ, അതായത് നെറ്റിയിൽ പൊട്ട്, പിന്നെ മുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിന്റെ പശ്ചാത്തലം എന്നിവയോടെ കാണിക്കുമ്പോൾ പലപ്പോഴും അയാളെ വളരെ യാഥാസ്ഥിതികനായി കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോമാളിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അയാളെ ഒരു ഗുണ്ടയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അതേസമയം മുസ്ലിം ബിംബങ്ങൾ വരുമ്പോഴോ മുസ്ലിം പള്ളി, പിന്നെ സൂഫി സംസ്കാരം, ഹിജാബ് അതൊക്കെ വരുമ്പോഴോ ലൈറ്റിംഗ് മാറുന്നു, സോഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആകുന്നു, രംഗത്തിന് വൈകാരികമായ ആഴം കൈവരുന്നു. ഇതൊരു ഡയറക്റ്റ് അറ്റാക്ക് അല്ല. ഒന്ന് ശരിയാണെന്നും മറ്റത് തെറ്റാണെന്നും ആരും തുറന്നിവിടെ പറയുന്നില്ല. എന്നാൽ ദൃശ്യങ്ങളിലൂടെയും കഥപറച്ചിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവർ ഈ കാര്യം കുത്തിവെക്കപ്പെടുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിലെ വലിയൊരു വിഭാഗം ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് ഡേറ്റ വെച്ച് തെളിയിക്കാൻ ഈസി ആയിട്ട് കഴിയും. ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് നമ്മൾ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ അതേ കാര്യം OTT-ലും നടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് പ്രൈം ഷോകളിൽ കാണിക്കുന്ന അർബൻ പ്രോഗ്രസീവ് നായകന്റെ ഇമേജ്, അവന്റെ ഐഡന്റിറ്റി എന്നിവ നോക്കൂ. അവന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ ഏത് തരത്തിലുള്ള ദൃശ്യങ്ങളുമായിട്ടാണ് കംഫർട്ടബിൾ ആകുന്നത്? എന്തിനോടാണ് അവൻ കംഫർട്ടബിൾ അല്ലാത്തത്? വലിയ സ്ക്രീനിൽ നിന്ന് ചെറിയ സ്ക്രീനിലേക്കും പിന്നീട് നിങ്ങളുടെ കോർപ്പറേറ്റ് കൾച്ചറിലേക്കും വന്ന ഒരു പാറ്റേൺ ആണിത്. ഇതിൽ നിങ്ങളെ ബോധപൂർവം ഒന്നും പഠിപ്പിക്കുന്നില്ല, മറിച്ച് ഏതാണ് മോഡേൺ എന്നും ഏതാണ് ഓക്വേർഡ് എന്നും നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് വരാം. കോർപ്പറേറ്റ് ഇടങ്ങളിൽ പലപ്പോഴും ന്യൂട്രാലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരു മതത്തെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ്. കേൾക്കുമ്പോൾ ഇതെല്ലാം വളരെ ന്യായമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ നിഷ്പക്ഷത തുല്യതയായി മാറാതിരിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കില്ല എന്ന് ഏതെങ്കിലും ഒരു കമ്പനി പറഞ്ഞാൽ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം. അതായത് ഹിജാബിനും തലപ്പാവിനും പൊട്ടിനും കയ്യിൽ കെട്ടുന്ന ചരടിനും എല്ലാത്തിനും ഒരേ നിയമമായിരിക്കണമെന്ന്. മതപരമായുള്ള ചിഹ്നങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും, അനുവദിക്കുന്നില്ലെങ്കിൽ അതും എല്ലാവർക്കും. ഹിജാബും തലപ്പാവും ഒക്കെ ഡൈവേഴ്സിറ്റിയുടെ പേരിൽ അംഗീകരിക്കുകയും മറുവശത്ത് പൊട്ടിനെയും കയ്യിൽ കെട്ടുന്ന ചരടിനെയും എല്ലാം അൺപ്രൊഫഷണൽ അല്ലെങ്കിൽ ഗ്രൂമിങ്ങിന് എതിരാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് നിഷ്പക്ഷതയുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചർച്ച ചെയ്താൽ ഇവിടെ ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാകും എന്നുള്ള ഒരു ഐഡിയോളജി ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ആർക്കും സംസാരിക്കാനും പറ്റുന്നില്ല. സംസാരിച്ചാൽ നമ്മൾ തെറ്റുകാരാകും. ഇതാണ് ഇവിടെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്നു. അവർ ന്യൂനപക്ഷമാണ്, അവരെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അവർ ഭൂരിപക്ഷമാകുന്നതിന് ഇത് സഹായകമാകുന്നു. അവർ ഭൂരിപക്ഷമാകുന്നതിലല്ല തെറ്റ്, പക്ഷേ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കാത്ത തരത്തിൽ അവർ ഭൂരിപക്ഷമാകുന്നതാണ് തെറ്റ്. മറ്റൊരു കാര്യം കൂടെ ഇവിടെയുണ്ട്.
ഈ ഇരട്ടത്താപ്പ് കേവലം പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മാത്രം വരുന്നതല്ല. ഇതിന്റെ ഒരു വലിയൊരു ഭാഗം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇന്ന് മിക്ക വലിയ കമ്പനികളും DEI ഫ്രെയിംവർക്കാണ് പിന്തുടർന്നത്. അതായത് ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ. ഈ ഫ്രെയിംവർക്കുകൾ അടിസ്ഥാനപരമാക്കി പാശ്ചാത്യ സമൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയതാണ്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനാണ് പൂർണ്ണ പ്രാധാന്യം നൽകുന്നത്. ആ ഫ്രെയിംവർക്കിനുള്ളിൽ ഒരു മുസ്ലിമിന്റെയോ മറ്റ് ഏതെങ്കിലും ന്യൂനപക്ഷത്തിന്റെയോ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നത് ഡൈവേഴ്സിറ്റിയുടെ ഒരു ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിൽ ഈ പാശ്ചാത്യ ഫ്രെയിംവർക്കുകൾ നടപ്പിലാക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇവിടത്തെ ഡെമോഗ്രഫിക് യാഥാർത്ഥ്യം ഇവിടെ വ്യത്യസ്തമാണ്. ആ ടെംപ്ലേറ്റ് ഇവിടുത്തെ സാഹചര്യത്തിന് അനുയോജ്യമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്ത ഫ്രെയിംവർക്ക് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ ഐഡന്റിറ്റിയെ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കുന്നു എന്നതാണ് ഇതിന്റെ ഫലം. ഒരുപക്ഷെ ഇതൊരു ഗൂഢാലോചന ആയിരിക്കില്ല, ഇതൊരു പൊരുത്തക്കേടാണ്. അതായത് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് മാത്രം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ വളരെ രസകരമായ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മാർക്കറ്റ് ലോജിക്. ഇന്ന് വലിയ കമ്പനികൾക്ക് ESG സ്കോറുകൾ ലഭിക്കുന്നു. അതായത് എൻവയോൺമെന്റൽ, സോഷ്യൽ, ഗവർണൻസ് സ്കോർ. കമ്പനി എത്രത്തോളം ഇൻക്ലൂസീവ് ആണ്, എത്രത്തോളം ഡൈവേഴ്സ് ആണെന്ന് അന്താരാഷ്ട്ര നിക്ഷേപകരും റേറ്റിംഗ് ഏജൻസികളും ആഗോള മാധ്യമങ്ങളും ട്രാക്ക് ചെയ്യുന്നു. ഈ ഫ്രെയിംവർക്കിലെ ന്യൂനപക്ഷ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നത് പോയിന്റുകൾ ലഭിക്കുന്ന ഒരു പോസിറ്റീവ് സിംബലായി കണക്കാക്കപ്പെടുന്നു. ഹിന്ദു ഭൂരിപക്ഷ ഐഡന്റിറ്റിയെ സംരക്ഷിക്കുന്നത് ആ ഫ്രെയിംവർക്കിൽ ഡൈവേഴ്സിറ്റിയുടെ സിംബൽ അല്ല. അപ്പോൾ സ്വാഭാവികമായി തങ്ങൾക്ക് ക്രെഡിറ്റ് ലഭിക്കുന്ന ദിശയിലേക്ക് കമ്പനികൾ നീങ്ങുന്നു. അതിനാൽ ഈ സിസ്റ്റം പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ഉപരി ലാഭമുണ്ടാക്കുന്ന ഘടനയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഇൻസെന്റീവ് സ്ട്രക്ചറിൽ ഒരു മതത്തിന്റെ ഐഡന്റിറ്റിക്ക് റിവാർഡ് ലഭിക്കുകയും മറ്റൊന്നിന് റിസ്ക് എന്ന ലേബൽ ലഭിക്കുകയും ചെയ്യുന്നു. ലെൻസ്കാർട്ട് പോലുള്ള കമ്പനികളുടെ ഡോക്യുമെന്റുകൾ രൂപപ്പെടുന്നത് ഇവിടെ നിന്നാണ്. ഒരു സമൂഹത്തിൽ ഒരേ തരത്തിലുള്ള ചിത്രങ്ങളും ഒരേ തരത്തിലുള്ള അസോസിയേഷനുകളും ആവർത്തിച്ച് കാണിക്കുമ്പോൾ അത് ഉപബോധ മനസ്സിൽ പതിഞ്ഞു പോകുന്നു. നിങ്ങൾ ബോധപൂർവം അത് മനസ്സിലാക്കിയില്ലെങ്കിലും ഏത് സ്വീകാര്യമല്ല എന്ന് നിങ്ങളുടെ തലച്ചോർ നിശബ്ദമായി തീരുമാനിക്കുന്നു. ഇന്ന് നിങ്ങൾ കോർപ്പറേറ്റ് ഓഫീസിൽ പൊട്ടുതൊട്ടു പോയാൽ നിങ്ങളെ ഒരു വ്യത്യസ്ത വീക്ഷണകോണിലൂടെയാണ് നോക്കിക്കാണുന്നത്. ആരും ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അവിടെ നിശബ്ദമായ ഒരു വിലയിരുത്തൽ നടക്കുന്നുണ്ട്. അതേസമയം ആരെങ്കിലും ഹിജാബ് ധരിച്ചു വന്നാൽ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പായോ ഐഡന്റിറ്റിയായോ കാണുന്നു. ഈ വ്യത്യാസം ഒരു റൂൾ ബുക്കിലും എഴുതിയിട്ടില്ല. ഇത് ആളുകളുടെ കാഴ്ചപ്പാടിലാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് ഇന്ന് പലരും സ്വന്തം ചിഹ്നങ്ങളിൽ നിന്ന് സ്വയം അകലം പാലിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടു തുടരുതെന്ന് അവരോട് ആരും പറയുന്നില്ല, എന്നാൽ ഓഫീസിൽ അത് വെക്കില്ല എന്ന് സ്വയം അവർ തീരുമാനിക്കുന്നു. കാരണം അങ്ങനെ കരുതുന്ന തരത്തിലുള്ള സിനിമകളും അഡ്വർടൈസ്മെന്റുകളും അവരുടെ മനസ്സിലേക്ക് അത് അവരറിയാതെ തന്നെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനും കഴിയുന്നില്ല. അടിച്ചമർത്തലുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുമ്പോഴാണ് അത് ഏറ്റവും അപകടകരമാകുന്നത്. നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ആ ചോയ്സ് പൂർണ്ണമായി നിങ്ങളുടേതായിരുന്നില്ല. അത് സ്വാധീനിക്കപ്പെട്ട ഒരു ചോയ്സ് ആയിരുന്നു. പല സിനിമകളിൽ നിന്നും അഡ്വർടൈസ്മെന്റുകളിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്വാധീനിച്ചവയാണ് അതെല്ലാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമുക്ക് ദീപാവലി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറയാം, അതായത് പ്രകാശത്തിന്റെ ഉത്സവം. പക്ഷേ നമ്മൾ ഈദിനെയോ ഈദെന്ന് തന്നെ പറയുന്നു. പക്ഷെ ഹോളി എടുക്കുമ്പോൾ നിറങ്ങളുടെ ഉത്സവമാകുന്നു. പക്ഷേ റംസാനോ റംസാൻ തന്നെ. ഒരു ഐഡന്റിറ്റിയെ വിവർത്തനം ചെയ്യേണ്ടി വരുന്നു, മറ്റൊന്നിന് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും വിവർത്തനം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഒറിജിനലുമായിട്ടുള്ള ബന്ധം ദുർബലമാകുന്നു. ഇത് തന്നെയാണ് ഹിന്ദുസേഷന്റെ യഥാർത്ഥ രീതി. ഇതൊരു പെട്ടെന്നുള്ള ആക്രമണമല്ല, ഹിന്ദു ചിഹ്നങ്ങൾ പൊതു ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന മന്ദഗതിയിലുള്ള പ്രക്രിയയാണ്. ഇതേ സമൂഹത്തിൽ തന്നെ വൈവിധ്യത്തെ ആഘോഷിക്കുന്നു. കമ്പനികൾ ക്യാമ്പയിനുകൾ നടത്തുന്നു, ഞങ്ങൾ ഇൻക്ലൂസീവ് ആണെന്ന് മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുന്നു. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഈ ഇൻക്ലൂഷൻ എന്നത് തിരഞ്ഞെടുത്തവർക്ക് മാത്രമുള്ളതാണ്. ചില ഐഡന്റിറ്റികളെ ആഘോഷിക്കാനും ചിലതിനെ സഹിക്കാനും. എന്നാൽ ഹിന്ദു ഐഡന്റിറ്റികളെ നിശബ്ദമായി അടിച്ചമർത്തുന്നു. ഇതെല്ലാം വ്യക്തിഗതമായി നോക്കുമ്പോൾ വളരെ ചെറിയ സിഗ്നലുകളാണ്. ലെൻസ്കാർട്ടിന്റെ ഡോക്യുമെന്റ് ഇത്രയും വലിയ വിഷയമാകാൻ കാരണം ഇതുവരെ ആളുകൾക്ക് തോന്നിക്കാതിരുന്ന കാര്യങ്ങളെല്ലാം അവർ ആ ഡോക്യുമെന്റിൽ എഴുതി വെച്ചു എന്നതാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാത്തിടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ തന്നെ തുടരും. പൊട്ടു തൊടാൻ പാടില്ല, കയ്യിൽ ചരട് കെട്ടാൻ പാടില്ല, പക്ഷേ ഹിജാബ് ധരിക്കാം. കോർപ്പറേറ്റ് കൾച്ചറുകളിൽ നടക്കുന്ന ഈ വിവേചനത്തിനെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്താത്തിടത്തോളം കാലം ഇതെല്ലാം അൽഗോരിതങ്ങളും റേറ്റിംഗ് ഏജൻസികളും തീരുമാനിക്കും. ലെൻസ്കാർട്ടിന്റെ ഒരു വിഷയം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതുപോലുള്ള ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു ചിഹ്നങ്ങളെയും അടിച്ചമർത്തുന്നത് ഒരുപക്ഷെ 1000 ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാവാം. ശബ്ദമുയർത്തേണ്ടടുത്ത് നമ്മൾ ശബ്ദമുയർത്തുക തന്നെ വേണം.